ഹേയ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് സെക്ഷനിലൊന്നും ഒരുപാട് കമൻറ്റ്സ് ഇല്ലെങ്കിലും എനിക്ക് പേഴ്സണലി ഒരുപാട് സജഷൻസ് കിട്ടാറുണ്ട്. നല്ല നല്ല റെസിപ്പീസിൻ്റെ വീഡിയോ ചെയ്യുമോ, പിന്നെ അതുപോലെ ഞാൻ ക്ലിനിക്കിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിൻ്റെ വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യും. ഇതെൻ്റെ സ്വന്തം വീടാട്ടോ. എൻ്റെ വീട് രണ്ടത്താണിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയും ഞാൻ എൻ്റെ വീട്ടിൽ പോവും, എല്ലാ വീക്കെൻഡ്സിലും. ഞാൻ നിൽക്കുന്നൊരു അറ്റ്മോസ്ഫിയറിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫ്രഷ് എയർ കിട്ടുന്ന പോലെ കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്നതും നമ്മളെ ജോബും കാര്യങ്ങളൊക്കെ കാലിക്കറ്റാണ്. അപ്പോൾ അവിടെയൊക്കെ കാലിക്കറ്റൊക്കെ നമ്മളെ വീടെന്ന് പറഞ്ഞാൽ അടുത്തടുത്താണ് വീട്. ഒരു വീട് അതിൻ്റെ അപ്പുറത്തെ വീട്, ഒരു കാറ്റ് പാസ് ചെയ്യാനും കൂടെ ഉള്ളൊരു സ്ഥലം ഇല്ലാത്ത പോലെ എനിക്ക് ആദ്യമൊക്കെ ഫീൽ ചെയ്യായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ എനിക്ക് അറ്റ്മോസ്ഫിയർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാം യൂസ്ഡായി, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എന്നാലും ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നും ഒന്നും കൂടെ ഒരു ഭയങ്കര ഫ്രഷ് എയറും പിന്നെ കുറേ സ്പേസും അതുപോലെ കുറേ ചെടികളും കുറേ മരങ്ങളും അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര വിശാലത ഫീൽ ചെയ്യും കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ഇത് ഫുള്ള് ഉമ്മാൻ്റെ ഗാർഡനാണ് കേട്ടോ. ഇത് ഇത്രയും ചെടികൾ വെച്ചിട്ടുള്ളതും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണതൊക്കെ ഉമ്മ തന്നെയാണ്. പിന്നെ ഉമ്മനെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാലും ഉമ്മ പല സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ഓരോ ചെടികളെ കൊണ്ടുവന്ന് കളക്ട് ചെയ്തിട്ട് ഉമ്മ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അതുപോലെ ഫിഷൊക്കെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾ 2-3 പ്രാവശ്യം അവിടെ വീട്ടിൽ അക്വേറിയം സെറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിലെ വെള്ളം മാറ്റാനൊന്നും ഉമ്മക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഉപ്പ ഒരു ടാങ്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ മീനിനെ ഇട്ട് കൊടുത്തു. അതാവുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് ഭയങ്കര കുറവാണല്ലോ. പിന്നെ അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെ കൊടുക്കും. മാത്രമല്ല ഈ നെറ്റ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത് കാക്കേൻ്റെ ഒക്കെ ശല്യം കൊണ്ടാണ് കേട്ടോ. ഈ ഒരു സൈഡ് ഫുള്ള് കാക്ടസ് ആണ് കേട്ടോ. പല വെറൈറ്റി കാക്ടസും ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉമ്മക്ക് ഓരോ കഷ്ണങ്ങൾ കിട്ടും. അത് ഒരു കഷ്ണം വെച്ചിട്ടാണ് ഇത്രയും വലുതാക്കി എടുക്കുന്നത്. നമ്മളെ വീട്ടിലും ഇതുപോലെ ഓരോരുത്തർ വന്നിട്ട് ഉമ്മൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പല ചെടികളും കാണുമ്പോൾ അതിൽ നിന്നും ഇതിൽ നിന്നൊക്കെ ഓരോ പീസ് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഉമ്മ കൊടുക്കാറുമുണ്ട് അങ്ങനെ. ഉമ്മ ഇത് കുറേ വർഷങ്ങൾ മുന്നേ തുടങ്ങിയതാണ് കേട്ടോ. ഞാനൊക്കെ ശരിക്കും എൻ്റെ വീട്ടിൽ ചെടിയൊക്കെ വെക്കാൻ തുടങ്ങിയത് കൊറോണേൻ്റെ സമയത്തായിരുന്നു. കാരണം ആ സമയത്ത് എല്ലാവരും ഫ്രീ ആണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ ഓരോ ഹോബീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ നമ്മൾ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബിസി ആയപ്പോൾ പിന്നെ തീരെ നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഉമ്മാൻ്റെ കാണാൻ ഭയങ്കര രസമാട്ടോ. കാരണം ഒരേ ചെടീനെ കുറേ പോട്ടിലുണ്ടായിട്ട് അങ്ങനെ അത് അടുത്തടുത്ത് വെക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് വാട്ടർ പ്ലാന്റ്സ് കേട്ടോ. ഞാൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലതൊക്കെ ഫുള്ളി പോയി എൻ്റെ അടുത്തുനിന്ന്. ഒരു മൊസൈക്ക് പ്ലാന്റ് ഉണ്ട്. അത് വൺ ഓഫ് മൈ ഫേവറേറ്റ് വാട്ടർ പ്ലാന്റ് ആണ്. അതിൽ നല്ല ഒരു യെല്ലോ ഫ്ലവറൊക്കെ വരും. അത് ശരിക്കും വെള്ളത്തിലിരിക്കുന്നത് കണ്ടാൽ നമുക്ക് മൊസൈക്ക് വിരിച്ചിട്ട പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അതിനൊരു മൊസൈക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വയനാട്ടിലെ ഏതോ ഒരു നഴ്സറിയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഞാനിവിടെ ഉമ്മൻ്റെ അടുത്തും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം അത് ഭയങ്കരമായിട്ട് കാട് പിടിച്ചപ്പോൾ അവർ വലിച്ചിട്ടപ്പോൾ അത് പിന്നെ ഉണ്ടായിട്ടില്ല. ആദ്യം ഈ പ്ലാന്റ്സൊക്കെ ഏറെക്കുറെ നമ്മൾ സിറ്റ് ഔട്ടില്ലേ നമ്മുടെ കൊലായിൻ്റെ അടുത്തേക്ക് തന്നെ കേട്ടോ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 പ്രാവശ്യം നല്ല വേനൽക്കാലത്ത് നമ്മൾ പാമ്പിനെ കണ്ടു. അപ്പോൾ പിന്നെ നമ്മൾ ഈ പോട്ട്സൊക്കെ പിന്നെ കുറച്ച് ദൂരത്തേക്ക് വെച്ചതാണ്. ഇപ്പം ആക്ച്വലി നമുക്ക് നമ്മളെ മുന്നിൽ തന്നെ ഹൈവേൻ്റെ ഒരു പണി നടക്കണോണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്ഥലമൊക്കെ ഒരുപാട് പോയിട്ടോ. ഫ്രണ്ടിൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. നമുക്കൊരു പ്രൈവസി ഇല്ലാണ്ടായി.
നമുക്ക് ആ പോയ സ്ഥലത്ത് ഒരുപാട് പറങ്കിമാവും അതുപോലെ മാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് അത് മുറ്റത്തേക്കൊരു തണലായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു പ്രൈവസി ആയിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടായി. ഇപ്പോൾ ഈ ഊഞ്ഞാലിൽ വന്ന് ഇരിക്കലൊക്കെ നമ്മൾ ഭയങ്കര കുറവാണ്. കാരണം ഭയങ്കര ശബ്ദമാണ്. റോഡും വീടും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട്. പിന്നെ ഈ കാണുന്ന ചെടികളും പൂക്കളും മാത്രമല്ല കേട്ടോ, ബാക്കിലേക്ക് പച്ചക്കറികളും പിന്നെ വേറെ കൃഷികളൊക്കെ, ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഇഞ്ച്, കൂവ, അതുപോലെ ഈന്ത്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ പല പല വെറൈറ്റിയിലുള്ള ചീര, അതുപോലെ മുളക്. പിന്നെ ഒരു സമയത്ത് നമുക്ക് പാഷൻ ഫ്രൂട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഉണ്ടായ പോലെ പിന്നെ അത് നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനമാണ് ചീരാമുളകും അതുപോലെ നാരങ്ങ. എന്താ പറയുക, ചെറുനാരങ്ങയാണ്, പക്ഷേ അതിൻ്റെ സൈസ് അത്ര ചെറുതല്ല, കുറച്ച് വലുപ്പമുള്ള നാരങ്ങ. അതിൻ്റെ ഒരു ചെറിയ കമ്പ് കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ അത് വേഗം പിടിക്കും കേട്ടോ, വേഗം ഉണ്ടാവുകയും ചെയ്യും അതിന്മേൽ നാരങ്ങ. പിന്നെ 2 ടൈപ്പ് വഴുതന ഉണ്ട് കേട്ടോ. ഒരു പച്ച കളറ് നീളത്തിലുള്ള വഴുതനയുണ്ട്, അതുപോലെ വയലറ്റ് കളറ് ഉരുണ്ടിട്ടുള്ള വഴുതനയുണ്ട്. അതും അത്യാവശ്യം വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ഞാൻ അധികം ഇവിടെ പച്ചക്കറികളൊന്നും വാങ്ങിക്കാറില്ല. ഞാനിങ്ങനെ വീട്ടിൽ പോകുമ്പോൾ, ഓരോ ആഴ്ച വീട്ടിൽ പോകുമ്പോൾ അവിടെയുള്ള പച്ചക്കറികളൊക്കെ എടുത്തുകൊണ്ടുവരാറാട്ടോ. ഇത് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡാട്ടോ. ഇതാണ് നമ്മുടെ ഒരു മെയിൻ വർക്കിംഗ് ഏരിയ. അപ്പോൾ അവിടെ ഒരു 2-3 ചക്കൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശം ഒന്നും മനസ്സിലായിട്ടില്ല. ഇനി പഴുത്തതാണോ പഴുക്കാൻ വെച്ചതാണോ എന്നൊന്നും അറിയില്ല. ഈ ഇടയ്ക്ക് കാണുന്ന യെല്ലോ കളർ വഴുതനനെ വിത്തിന് വേണ്ടി വെച്ചതാട്ടോ. ഇവിടാണ് പിന്നെ ഓരോ ഗ്രോ ബാഗിലേക്കും നിറക്കാനുള്ള മണ്ണും അതിലേക്ക് വേണ്ടി ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നിറക്കുന്ന സ്ഥലം. ഇത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വള്ളിയാട്ടോ. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്മേലൊരു 3-4 അങ്ങനെ അത് പഴുത്തതിന് ശേഷം ഞങ്ങൾക്ക് 2 ഉമ്മ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ തുടങ്ങിയതുകൊണ്ട് ആയിരിക്കണം അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ചീഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അതിന്മേൽ വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കണം. എന്തായാലും ആ ചീഞ്ഞ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മറ്റേ സൈഡ് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ആണ് ഉള്ളിൽ. നമുക്ക് 2 ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ, റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വൈറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മളുടെ വീടിൻ്റെ ബാക്കിലുള്ള തൊഴുത്താണ് കേട്ടോ. തൊഴുത്തും പിന്നെ അതിനോട് അടുത്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോഗിൻ്റെ കേജാണിത്. പക്ഷേ പിന്നെ ഡോഗ് മരിച്ചു പോയപ്പോൾ നമ്മൾ ഈ കേജ് തൽക്കാലം കോഴീനെയും അതുപോലെ ചിലപ്പോൾ ആടിനെയൊക്കെ വളർത്താൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കും. കോഴികൾ തന്നെ തമ്മിൽ ഭയങ്കര കച്ചറാണ് ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരെ ഇവിടെയും അതുപോലെ കുറച്ച് ആൾക്കാരെ ബാക്കിലൊരു വലിയ കൂടുണ്ട്, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ആക്കിയിട്ടുള്ളത്. പശു ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. കൊടുത്തിട്ട് ഇപ്പോൾ 1 മാസമേ ആയിട്ടുള്ളൂ. പശു ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റുള്ള പാലും ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 1 മാസമായിട്ട് പശുവിനെ കൊടുത്തതുകൊണ്ട് ഇപ്പം തൊഴുത്ത് കാലിയായി കിടക്കുകയാണ്. പിന്നെ കുറേ വാട്ടർ ബോഡീസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ കോഴിക്ക് കൊടുക്കാനുള്ള അസോള വളർത്തുന്ന വാട്ടർ ബോഡീസാണ് കണ്ടതൊക്കെ. വെള്ളത്തിൽ നമ്മൾ അസോള എന്ന് പറഞ്ഞ ചെടി വളർത്തും. അത് നമ്മൾ കോഴിക്ക് കൊടുക്കും. അത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. പക്ഷെ നല്ല ചൂടായ സമയത്ത് ആ വെള്ളമൊക്കെ വറ്റി അതിലുള്ള അസോളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇനി രണ്ടാമത് അതും വളർത്തി ഉണ്ടാക്കിയെടുക്കണം. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ നമ്മളെ പറമ്പ് വരുന്നത്. പറമ്പിലാണ് നമ്മളെ ഈ തൊഴുത്തും അതുപോലെ നമ്മളെ ഈ കോഴിക്കൂടൊക്കെ ഉള്ളത്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയ വലിയ മാവുകളും നമ്മളെ കശുമാവുകളും പ്ലാവുകളും ഒക്കെ ഉള്ളത് ഈ പറമ്പിലാട്ടോ. ഈ പറമ്പിൻ്റെ നേരെ അപ്പുറത്താട്ടോ എൻ്റെ കുഞ്ഞിപ്പൻ്റെ വീട്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് എടുക്കുന്ന വഴിയാണിത്, ഈ വരമ്പ്. പക്ഷേ ഇപ്പം ഭയങ്കര കാടായതുകൊണ്ട് നമ്മൾ പകുതി പോയി കഴിഞ്ഞാൽ പിന്നെ റോഡുണ്ട്, റോഡുമ്മിലൂടെ തന്നെയാണ് പോവാറ്. പണ്ട് ഞങ്ങളെ വീട്ടിലെ കല്യാണങ്ങളൊക്കെ നടക്കാറ് ഈ പറമ്പിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇപ്പോഴല്ലേ നമ്മൾ എല്ലാ കല്യാണങ്ങളും ഫങ്ഷനുകളും, ഈവൻ ഇപ്പം ചെറിയ ചെറിയ ഫങ്ഷൻസ്, ഈവൻ എൻഗേജ്മെൻറ്റ്
അല്ലെങ്കിൽ ഒരു മിഠായി കൊടുക്കൽ, അതെല്ലാം ഇപ്പം ഓഡിറ്റോറിയത്തിലേക്ക് മാറിയില്ലേ. നമുക്കൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറമ്പ് ഉണ്ടെങ്കിൽ ഈ പറമ്പ് ആദ്യം അങ്ങ് ക്ലീൻ ആക്കും, എന്നിട്ട് ഇവിടെ മുളേൻ്റെ കൊറ്റിയൊക്കെ അടിച്ച് നല്ല പന്തലിടും. അപ്പോൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ അത്രയും ക്ലീൻ ആക്കിയിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ മാറ്റി പന്തലിട്ട് അങ്ങനെ ഫുഡ് സെറ്റ് ചെയ്യും. അതുപോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് സെറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കല്യാണങ്ങൾ നടത്തിയതും സെറ്റ് ചെയ്തതൊക്കെ ആയിട്ടുള്ള പറമ്പാണ് കേട്ടോ അത്. അവസാനമായിട്ടൊരു 2-3 വർഷം മുന്നേ ഇവിടെ കല്യാണം നടത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മൾ പക്ഷേ ഈ പറമ്പൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഇവിടെ തന്നെ നല്ല വെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ടേബിൾസൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഫൈൻ ഡൈൻ സെറ്റപ്പിൽ ആണ് അന്ന് നമ്മൾ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കുഞ്ഞിപ്പൻ്റെ ചെറിയ മോൻ ഫാസിലിൻ്റെ കല്യാണമായിരുന്നു നമ്മൾ ലാസ്റ്റ് ഇവിടെ വെച്ച് നടത്തിയത്. അന്ന് ഇതുപോലെ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരുപാട് ആളുകൾ കൂടുന്നത് അത്ര നല്ലതല്ല. പിന്നെ മാത്രമല്ല വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ആളുകൾ കയറുമ്പോൾ അതും അത്ര നല്ലതല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മളെ ഈ ഒരു ഫുൾ പറമ്പും അതുപോലെ അതിൻ്റെ കൂടെയുള്ള ആ റോഡും ഇത് ഫുള്ള് നമ്മൾ നല്ല രസത്തിൽ സെറ്റ് ചെയ്ത് ഫുള്ള് ലൈറ്റ്സും അതുപോലെ ഒരുപാട് പേർക്ക് ഇരിക്കാനും ഫുഡ് കഴിക്കാനും ടേബിളും ചെയർസും പിന്നെ ബഫേ, അങ്ങനെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു വെഡ്ഡിങ് ആയിരുന്നു കേട്ടോ നമുക്ക് ലാസ്റ്റ് ഇവിടെ വെച്ച് നടന്നത്. നമ്മുടെ ആ വെഡ്ഡിങ്ങിൻ്റെ എന്തെങ്കിലും വിഷ്വൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തേക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു ഗ്രൗണ്ടാണ് കേട്ടോ. അത് പണ്ട് നമ്മളെ വീടൊക്കെ നമ്മളിവിടെ വെക്കുന്ന സമയത്ത് വെറും പാറപ്പുറമായിരുന്നു. പക്ഷെ പിന്നീട് അത് ആരൊക്കെ വാങ്ങിച്ച് ആ പാറയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ നല്ല നിരപ്പുള്ളൊരു ഗ്രൗണ്ടാക്കി. അപ്പോൾ നമ്മൾ ആക്ച്വലി കോവിഡിൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നല്ലോ, ഒരു 21 days. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ 3 ആഴ്ച എങ്ങനെയോ ഇവിടെ പെട്ടുപോയിട്ടോ. പെട്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു വീക്കെൻഡിന് വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അങ്ങനെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. പക്ഷെ ഒരു കണക്കിന് ആ തിരിച്ച് പോകാൻ പറ്റാത്തത് നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. മാത്രമല്ല ഭയങ്കര പേടി എല്ലായിടത്തും. എന്താണ് ഏതാണ് ഇങ്ങനെ ഒരു കേസ് 2 കേസ് 3 കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഓരോരുത്തർ മരിക്കുന്ന, പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ വല്ലാത്തൊരു സമയമായിരുന്നല്ലോ അത്. അപ്പോൾ ആ ഒരു സമയത്തും നമ്മൾ ഈ വീട് ഇങ്ങനെ ആയതുകൊണ്ട്, അതായത് അപ്പുറത്തോ ഇപ്പുറത്തോ വേറെ ആളുകളൊന്നും ഇല്ല, നമ്മളെ വീടും നമ്മളും തന്നെ ഉള്ളൂ, ഒരുപാട് സ്ഥലം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും രാവിലെ എണീറ്റാൽ ഈ ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറയ്ക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്യും. കുറേ ചമ്മലൊക്കെ വാരിക്കൊണ്ടുവരും. പിന്നെ അതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഓരോ ഗ്രോ ബാഗിലാക്കിയിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ കൃഷി ചെയ്യുമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ ചെയ്യുക. പിന്നെ അതുപോലെ ഈവനിങ് ആകുമ്പോൾ നമ്മൾ ഷട്ടിൽ കളിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു എവിടെയോ നമ്മൾ ഒരു ജയിലിലിട്ട പോലത്തെ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു കോവിഡിൻ്റെ സമയത്ത്. അൽഹംദുലില്ലാ. കാരണം ഞാൻ പറഞ്ഞില്ലേ കാലിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്ത് വീടുകളാണ്. നമുക്ക് ആർക്കും പുറത്തിറങ്ങാനോ ഒരാളോട് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പറ്റൂലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇവിടെ പെട്ടുപോയത് ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിപ്പോയി. ഈ റാമ്പ് വെച്ചിട്ടുള്ളത് നമുക്ക് പശുവിനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെയാണ് കേട്ടോ. അതായത് പശുവിനെ പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അങ്ങോട്ടേക്ക്, ആ പറമ്പിലേക്ക്. അപ്പോൾ പശു ഇങ്ങനെ സ്ലിപ്പാവും ആ റാമ്പുമ്പിലേക്ക് കൂടെ നടക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞി കുഞ്ഞി സ്റ്റെപ്സൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇവിടുത്തെ ഓരോ ചെടികളും എന്താണ് ഏതാണെന്ന് ഞാൻ പറയാൻ നിന്നാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സമയമൊന്നും ഒട്ടും മതിയാവില്ല കേട്ടോ. പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ, ഇവിടെ മുയലുണ്ടായിരുന്നു, പ്രാവുണ്ടായിരുന്നു, അതുപോലെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പല പല സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഗസ്റ്റ് വരുന്നത് കേട്ടോ.
ഗുൽനാസും ഹഷ്മി ഇസ്രനായിരുന്നേ. നേരത്തെ നമ്മളിവിടെ കണ്ട 2 ചക്കയില്ലേ, ആ ചക്കൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഗുൽനാസിന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പോൾ അവൾ തന്നെ ചക്കയൊക്കെ റെഡിയാക്കി. നമ്മളെല്ലാവരും അവിടെ തന്നെ ഇരുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ച്. അതല്ലേലും അങ്ങനെയല്ലേ, നമ്മളെ വീട്ടിൽ എത്ര സ്ഥലം ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ സ്ഥലമില്ലാത്തോടത്ത് എല്ലാവർക്കും കൂടി ഇങ്ങനെ കുത്തി തിരികെ ഇരുന്ന് കഴിക്കുമ്പോഴാണല്ലോ ഒരു രസമുള്ളത്. അങ്ങനെ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ കാലിക്കറ്റ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ കമൻസോ അല്ലെങ്കിൽ എന്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാൻ എന്ത് വീഡിയോ ഇടണം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.